കാഫിർ പോസ്റ്റ് വിവാദത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു ഇലക്ഷൻ ജയിക്കാനായി ഏറ്റവും ഹീനമായ രീതിയിൽ വർഗീയത പ്രചരിപ്പിച്ച ഒരു വൃത്തികെട്ട പാർട്ടി എത്ര വിദഗ്ധമായാണ് 4 വർഷം പൂഴ്ത്തിവെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് ആ ഭീകരകൃത്യം മറച്ചു വെച്ചതെന്ന് നോക്കൂ. കേരളം ഭീകരമായ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ഈ നേരത്ത്, പ്രകൃതി ദുരന്തങ്ങളാൽ ആയിരങ്ങൾ മണ്ണിനടിയിൽ പെട്ടുപോകുന്ന ഈ നേരത്ത്, അന്യായ വിലക്കയറ്റത്താൽ ജനം ജീവിക്കാൻ പൊറുതിമുട്ടുന്ന ഈ നേരത്ത് ഏത് ആരോപണം ഉണ്ടായാലും കേരളത്തെ നശിപ്പിക്കാതെ ഞങ്ങൾ ഇറങ്ങില്ലെന്നൊരു കള്ളക്കൂട്ടം പ്രതിജ്ഞ ചെയ്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന ഈ നേരത്ത് ചർച്ച ചെയ്യേണ്ടത് സിനിമാ നടന്മാരുടെ ഇക്കിളിക്കഥകളല്ല എന്നത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ഒരുപാട് പ്രേക്ഷകർ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ എന്തൊക്കെ ഓർക്കണം, എന്തിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ആ കാലം കഴിഞ്ഞു. ഇപ്പോ അതൊക്കെ തീരുമാനിക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരാണ്. നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും അവർ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു. നമ്മൾ കർണാടകയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ മറന്നു. 400ഓളം ആളുകൾ മരിച്ച ഒരു പ്രദേശം തന്നെ ഇല്ലാതായ ദുരന്തം മറന്നു. ദുരന്ത ബാധിതരുടെ ഇപ്പോഴത്തെ അവസ്ഥ അന്വേഷിക്കാൻ മറന്നു. ആ ദുരന്തം നടന്നിട്ട് ആഴ്ചകൾ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നോർക്കണം. ആടിനെ പ്ലാവില കാണിച്ച് കൊണ്ടുപോകുന്നത് പോലെ ന്യൂസ് ചാനലുകൾ നമ്മളെ അവരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ പ്രതിരോധത്തിലാവുമ്പോഴെല്ലാം ഇതുപോലെ ഓരോ പ്ലാവില കാണിച്ച് അവർ നമ്മുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. സ്വയബുദ്ധി നശിച്ച് നമ്മളും അതിനു പിറകെ പോയിക്കൊണ്ടിരിക്കുന്നു. കാഫിർ പോസ്റ്റ് വിവാദത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു ഇലക്ഷൻ ജയിക്കാനായി ഏറ്റവും ഹീനമായ രീതിയിൽ വർഗീയത പ്രചരിപ്പിച്ച ഒരു വൃത്തികെട്ട പാർട്ടി എത്ര വിദഗ്ധമായാണ് 4 വർഷം പൂഴ്ത്തിവെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് ആ ഭീകരകൃത്യം മറച്ചു വെച്ചതെന്ന് നോക്കൂ. സർക്കാർ പ്രതിരോധത്തിലാവുമ്പോൾ പുറത്തുവിട്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന വജ്രായുധം അവർ 4 വർഷം പൂഴ്ത്തിവെച്ചത് എന്ന് വേണം കരുതാൻ. അതല്ലേ ഇപ്പോൾ കണ്ടത്? ഇരകളുടെ മൊഴിയും വേട്ടക്കാരുടെ പേരുകളുമടക്കം അടങ്ങുന്ന പേജുകൾ കൃത്യമായി ഒഴിവാക്കി സർക്കാരിന് തട്ടുകേടുണ്ടാവാത്ത രീതിയിൽ ഈ സർക്കാരിന്റെ അണികളുടെ വൃത്തികേടുകൾ ജനം ചർച്ച ചെയ്യാതിരിക്കാൻ ഈ റിപ്പോർട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് എല്ലിൻ കഷ്ണം പോലെ ഇട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. കാഫിർ പോസ്റ്റിനേക്കാൾ സിനിമാ നടന്മാരുടെ എരിവും പൊളിയുമുള്ള വാർത്തകളാണ് റേറ്റിംഗ് കൂട്ടുക എന്ന് തിരിച്ചറിഞ്ഞ മാധ്യമങ്ങൾ വാലാട്ടിക്കൊണ്ട് അതിന് പിറകെ പോയി. ഇതല്ലേ ഇപ്പോൾ സംഭവിച്ചത്? സിനിമാ മേഖലയിൽ എന്നല്ല, ഏതൊരു മേഖലയിലും ഒരു ആണിനോ പെണ്ണിനോ സ്വസ്ഥമായി ജോലി ചെയ്യാനാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായാൽ അവസരം, പ്രൊമോഷൻ, അവാർഡ്, സാലറി ഹൈപ്പ് എന്നിങ്ങനെ എന്ത് വ്യവസ്ഥിതി ഉണ്ടായാലും പിന്തള്ളപ്പെടുന്നത് കഴിവുള്ളവരാണ്. അത് എതിർക്കപ്പെടുക തന്നെ വേണം. അതിന് തൊഴിൽ മേഖല കൈകാര്യം ചെയ്യുന്ന സർക്കാർ വകുപ്പുകളാണ് മുൻകൈ എടുക്കേണ്ടത്, അല്ലാതെ മാധ്യമങ്ങളല്ല. അതിനും കൂടെ വേണ്ടിയാണ് ഒരു സർക്കാരിനെ വോട്ടിട്ട് നമ്മൾ അധികാരത്തിലാക്കി വെച്ചിരിക്കുന്നത്. കേരളം ഭീകരമായ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ഈ നേരത്ത്, പ്രകൃതി ദുരന്തങ്ങളാൽ ആയിരങ്ങൾ മണ്ണിനടിയിൽ പെട്ടുപോകുന്ന ഈ നേരത്ത്, അന്യായ വിലക്കയറ്റത്താൽ ജനം ജീവിക്കാൻ പൊറുതിമുട്ടുന്ന ഈ നേരത്ത് ഏത് ആരോപണം ഉണ്ടായാലും കേരളത്തെ നശിപ്പിക്കാതെ ഞങ്ങൾ ഇറങ്ങില്ലെന്നൊരു കള്ളക്കൂട്ടം പ്രതിജ്ഞ ചെയ്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന ഈ നേരത്ത് ചർച്ച ചെയ്യേണ്ടത് സിനിമാ നടന്മാരുടെ ഇക്കിളിക്കഥകളല്ല എന്നത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാത്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ഒരു സംഘടന എന്ന നിലയിൽ അതിന്റെ അംഗങ്ങളെ നീതിയായും ന്യായമായും വഴി നടത്താൻ കഴിഞ്ഞില്ല എന്നതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്ത് അമ്മ സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികൾ മുഴുവനായി സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞു. വഴി നടത്താൻ കഴിയാത്ത നേതാക്കൾ പരാജയം സമ്മതിച്ച് പിന്മാറുക എന്ന വലിയ നീതി മോഹൻലാലും ബാക്കി ഭരണസമിതി അംഗങ്ങളും വളരെ മാന്യമായി പ്രകടിപ്പിച്ച് കാണിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതേ സംഘടനയിൽ അംഗമായ ഒരു നടൻ ഈ നിയമസഭയിലെ ഒരു MLA ആണ്. ഏറ്റവും കൂടുതൽ ലൈംഗിക പീഡന ആരോപണം വന്നിരിക്കുന്നത് അയാൾക്കെതിരെയാണ്. എന്ത് നടപടി സ്വീകരിച്ചു മന്ത്രിസഭ? അയാൾ രാജിവെക്കേണ്ടതില്ല എന്ന നടപടി. ഒപ്പം സിനിമാ മേഖലയിൽ അംഗങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാനുള്ള നയതന്ത്ര കമ്മിറ്റിയിൽ ഈ വൃത്തികെട്ടവനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഉളുപ്പുണ്ടോ CPM-ന്? നിങ്ങൾക്ക് ജനങ്ങളോട് എന്ത് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്? മുകേഷ് MLA-യുടെ ആദ്യ ഭാര്യ പങ്കെടുത്ത ഒരു ഇന്റർവ്യൂ നിങ്ങളിൽ എത്ര പേര് കണ്ടു കാണുമെന്നറിയില്ല. മികച്ച നടി കൂടിയായിരുന്ന അവർ ഇയാളുടെ വൃത്തികേടുകളെ എണ്ണി പറയുമ്പോൾ ഇയാളൊരു മനുഷ്യനാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും.
അന്ന് അവരെ ഇന്റർവ്യൂ ചെയ്ത് ഇതെല്ലാം കേട്ട് സഹതാപത്തോടെ തലയാട്ടി പരിതപിച്ച ഒരു ഇന്റർവ്യൂവർ ഉണ്ടായിരുന്നു. അവരാണ് ഇന്ന് അതേ പാർട്ടിയിലെ ആരോഗ്യമന്ത്രി. നിലപാട് എന്ന വാക്കുച്ചരിക്കാനുള്ള എന്ത് യോഗ്യതയുണ്ട് ഇവറ്റകൾക്ക്? സുരേഷ് ഗോപിയെ വിമർശിക്കാൻ വാ തുറന്ന ബിനോയ് വിശ്വത്തിന് ഇതേക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഉണ്ടാവില്ല. അതാണ് യജമാന സ്നേഹം. സ്ത്രീ വിഷയത്തിൽ പേര് കേട്ട ഗണേശനെയും മുകേഷിനെയും ഒക്കെ നിങ്ങൾക്ക് സംരക്ഷിച്ചേ പറ്റൂ. ഒന്നോർത്താൽ ഇന്ന് ഈ പാർട്ടിയെ ചുമക്കുന്നത് ഇത്തരം നാറിയോന്മാരാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 തവണത്തെയും എന്ന പോലെ കാലാവധി കഴിയാറാകുമ്പോഴേക്കും അതുവരെ വിമർശിച്ച മാധ്യമങ്ങളെ വരെ തൂക്കി വിലയിട്ട് മേടിച്ച് പിണറായി സ്തുതി പാടിക്കും മുഖ്യൻ. ശക്തമായി വിമർശിച്ചു കൊണ്ടിരുന്ന ഹാഷ്മിക്ക് വരെ ഉണ്ടായിരിക്കുന്ന നിറം മാറ്റം നിങ്ങൾ കാണുന്നില്ലേ ജനങ്ങളെ? പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്നതല്ലേ സത്യം. ഞങ്ങൾക്ക് എന്തായാലും ഇവരുടെ തന്തയില്ലായ്മയ്ക്കൊപ്പം കുഴലൂതാൻ താല്പര്യമില്ല. ആരോപണങ്ങളുള്ളവർ കേസുമായി മുന്നോട്ട് പോകണം. മാധ്യമങ്ങളല്ല കോടതി. നിയമപാലകർ ചെയ്യേണ്ടത് അവർ ചെയ്യണം. ഒരു മജിസ്ട്രേറ്റിനെ പോലെ ഇരുന്ന് ചോദ്യം ചോദിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകന് യാതൊരു അവകാശവുമില്ല. ധർമ്മജന്റെ വായിൽ നിന്ന് കിട്ടിയ തെറി അവർക്ക് അർഹിച്ച അവാർഡാണ്. ഇങ്ങനെ പോയാൽ ഇനിയും കിട്ടും. അഭിപ്രായം ചോദിക്കുമ്പോൾ അഭിപ്രായം പറയാനും പറയാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. കാലങ്ങളോളം മാധ്യമങ്ങളെ കാണാതെ ഇരുന്നിരുന്നല്ലോ മുഖ്യൻ. ഇപ്പോൾ കാണിക്കുന്ന വീറും വാശിയും അന്ന് അദ്ദേഹത്തോട് ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ കാണിച്ചിരുന്നുവോ? കുഴൽനാടന്റെ, ഷോൺ ജോർജിന്റെ, അഖിൽ മാരാരുടെ, സുരേഷ് ഗോപിയുടെ മെക്കിട്ട് കയറാൻ കാണിക്കുന്ന തണ്ടിന്റെ ഒരു അംശം മുഖ്യന്റെ മുൻപിൽ ഇവറ്റകൾക്കുണ്ടോ? അർഹിക്കുന്ന അവജ്ഞയോടെ ഇവറ്റകളുടെ ഇത്തരം അജണ്ടകളെ ഒഴിവാക്കാൻ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ജനങ്ങളെ. സിനിമാക്കാരെ മര്യാദ പഠിപ്പിക്കാൻ ഒരു ഹേമ കമ്മിറ്റി മതിയെങ്കിൽ മുഖ്യധാരാ മാധ്യമ പിമ്പുകളെ നേരെയാക്കാൻ ജനങ്ങളുടെ ബഹിഷ്കരണം ധാരാളം മതി. കാണുന്നില്ലെന്ന് തീരുമാനിച്ചാൽ മതി ഇവറ്റകളുടെ ഈ താളം ചവിട്ടൽ. അതോടെ പഠിക്കും മര്യാദ. ഇന്നലെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പെരുമാറിയത് ശരിയല്ല എന്നാണ് അഭിപ്രായം. അദ്ദേഹം ചെയ്തതിനോട് ശക്തമായി വിയോജിക്കുന്നു. അവറ്റകളെ വെറുതെ തള്ളി മാറ്റിയാൽ പോരായിരുന്നു. നിങ്ങൾ നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള മാധ്യമ പ്രവർത്തനമല്ല, മാധ്യമ വ്യഭിചാരമാണെന്ന് മുഖത്ത് നോക്കി പറയണമായിരുന്നു. നിങ്ങളുടെ ഓഫീസുകളിൽ നടന്ന പീഡന കേസിൽ പ്രതിയായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്തോ, കേസെടുത്തോ, രാജിവെച്ചോ എന്ന് ചോദിക്കണമായിരുന്നു. നിങ്ങൾക്ക് സാധാരണ ഒരു പൗരനുള്ള അവകാശത്തിൽ കൂടുതൽ ഒന്നും ഇന്ത്യയിൽ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു. എനിക്ക് നിങ്ങളോട് വല്ലതും പറയാനുണ്ടെങ്കിൽ അതിന് നിങ്ങളെ വിളിക്കും, എവിടെ വരണമെന്ന് പറയും, അപ്പോൾ വന്നാൽ മതി എന്ന് പറയണമായിരുന്നു. മേലാൽ എന്റെ അനുവാദമില്ലാതെ എന്റെ അടുത്ത് വരരുത് എന്നും പറയണമായിരുന്നു. നിങ്ങൾ ഒറ്റക്കെട്ടായി എനിക്കെതിരെ നിന്നിട്ടും ഗൂഢാലോചന നടത്തിയിട്ടും എന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം, അതിന് നിങ്ങളുടെ മധ്യസ്ഥത വേണ്ട എന്നും പറയണമായിരുന്നു. എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ ജനം അനുവദിക്കരുത്. അതിന്റെ പേര് കൂടിയാണ് ജനാധിപത്യം. അത് മറക്കരുത് ജനങ്ങളെ.